ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയും കൊണ്ട് വിക്രം പോവാണ് കേട്ടോ. വേദയെ കഴിവാക്കി ശ്രീകാന്തിൻ്റെ അടുത്ത് കാര്യം സാധിച്ചെടുക്കുകയാണ് വിക്രം. അങ്ങനെ പാവം വേദ ഇതൊന്നും അറിയാതെ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. തിരിച്ചിറങ്ങി വരുമ്പം വിക്രം കൊണ്ടുപോകുന്നു വെച്ചിരിക്കുന്ന വേദയെ അവിടെ നിർത്തിയിട്ട് പോവാണ് വിക്രം. വേദയാണെങ്കിൽ ഒന്ന് നിന്നേ, ഞാനിവിടെ ഇങ്ങനെ നിൽക്കാനാ, ഞാനിനി വരണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ വിക്രം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. വിക്രം അവിടെ നിന്ന് പോവാണ് വണ്ടിയിൽ. വേദയ്ക്ക് കാര്യമൊന്നും പിടികിട്ടുന്നില്ല. പക്ഷേ എന്തോ ഒരു കാര്യത്തിന് തന്നെ ഉപയോഗിച്ചെന്ന് വിക്രം വഴി കൊണ്ട് ഇറക്കി വിട്ടെന്ന് ഒക്കെ ഉള്ള കാര്യം മനസ്സിലാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാവം വേദ അവിടുന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ചിട്ട് പോരുവാണ്. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വേദ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിന് ഞാൻ തിരിച്ചൊരു പണി കൊടുക്കും, കണ്ടോണം, ഈ വേദ ആരാണെന്ന് വിക്രം കാണാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ വേദ അങ്ങോട്ട് ചെന്ന് കരഞ്ഞോണ്ടാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ നീ കരയുന്നേ? വിക്രം നിന്നെ കൊണ്ടുപോയിട്ട് എന്താ നീ ഒറ്റയ്ക്ക് തിരിച്ചു വന്നത്? അപ്പോഴേക്കും വേദ പറയാണ്, അത് അമ്മേ, വിക്രം എന്നെ ആ വഴി നിർത്തിയിട്ട് പോയി. വഴി നിർത്തിയിട്ട് പോവുമോ? പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ടല്ലേ നിന്നെ അവൻ കൊണ്ടുപോയത്, എന്നിട്ട് വഴി നിർത്തിയിട്ട് പോവോ? അതെ, വഴി നിർത്തിയിട്ട് ആ പൊരി വെയിലത്ത് എന്നെ ഇറക്കി നിർത്തിയിട്ട് വിക്രം വണ്ടി വിട്ടു പോയി. ഞാൻ അവിടെ നിന്ന് എന്തുമാത്രം വിഷമിച്ചെന്നറിയാവോ? നിൽക്കെന്ന് പറഞ്ഞിട്ട് പോലും നിന്നില്ല. അപ്പം കമല ചോദിക്കുക, അതെന്ത് പണിയാ അവൻ കാണിച്ചത്? നിന്നോട് ഒന്ന് കറങ്ങാൻ പോകാമെന്നും പറഞ്ഞ് ഇവിടെ കൂട്ടിക്കൊണ്ട് പോയതല്ലേ, എന്നിട്ട് നിന്നെ വഴിയിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് അവൻ പോകാമെന്ന് പറഞ്ഞാൽ? അതെ അമ്മേ, അങ്ങനെ ചെയ്തു വിക്രം. മനഃപൂർവ്വം എന്നെ പറ്റിക്കുകയായിരുന്നു. എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് പോരാൻ വേണ്ടിയിട്ട്. എന്തിനാമേ വിക്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ വഴിയിൽ പൊരുവെയിലത്ത് ഇറക്കി വിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് അമ്മയ്ക്ക് അറിയുമോ എന്നൊക്കെ ചോദിച്ച് വേദ കരയാണ് കേട്ടോ. കമലയുടെ ദേഹത്തോട്ട് ഇങ്ങനെ വീണ് കിടന്ന്. അപ്പോൾ കമലമ്മ പറയുന്നുണ്ട്, ഇത് ശരിയാവില്ല, ഇതിന് അവനോട് ചോദിച്ചേ പറ്റുള്ളൂ, അങ്ങനെ അവനെ വിട്ടാൽ പറ്റില്ലല്ലോ മോളെ. അപ്പം വേദ പറയാണ് കേട്ടോ. വേദ ഒരു അടവിറക്കാണ്. വേദ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അമ്പട വിക്രം, നിനക്കൊരു പണി തന്നിട്ടേ ഉള്ളൂ. ഇങ്ങനെ പൊരു വെയിലത്ത് നീ ഇറക്കി വിട്ടെങ്കിൽ നീ എൻ്റെ കൂടെ ഒരു രാത്രി മുഴുവൻ ഇരിക്കും ഉറങ്ങാതെ, കണ്ടോണം എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് പറയാണ് കമലത്തിനോട്, അതെ അമ്മേ, വിക്രം ഇങ്ങനെയൊക്കെ ചെയ്യാണ്, ഇനി എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യാം, വിക്രത്തിനെയും കൊണ്ട് ഞാൻ രാത്രി മുഴുവൻ അമ്പലത്തിൽ പോയി ഭജന ഇരിക്കാം. അപ്പോൾ കമല ചോദിക്കുകയാണ്, അങ്ങനെ ഭജന ഇരിക്കാൻ അവൻ വരുമോ മോളെ? അത് വരില്ലെന്നറിയാം, പക്ഷേ രാത്രി മുഴുവൻ ഭജന ഇരുന്ന് കഴിഞ്ഞാൽ വിക്രത്തിൻ്റെ ഈ സ്വഭാവത്തിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ കമല പറയാ, അവനെങ്ങും വരില്ല. അതെ, അമ്മ പറയണം, നിർബന്ധമായിട്ട് വരണമെന്ന് പറയണം, ഞാനും കൂടെ പോകാം. രാത്രി മുഴുവൻ വിക്രം ഭജന ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കി ഞാനും അവിടെ ഇരിക്കും എന്ന് പറയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇക്കാര്യം അവനോട് പറഞ്ഞാൽ അവൻ എന്നെ കൊല്ലാൻ വരും. അപ്പം വേദ പറയാണ്, അതമ്മേ, അമ്മ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ വിക്രം നല്ലവനായിട്ട് കാണാൻ? വിക്രത്തിൻ്റെ സ്വഭാവമൊക്കെ മാറി നല്ല ആളായിട്ട് വരണമെന്ന് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ പിന്നെ ഇത് ചെയ്യാതെ പറ്റില്ല. അപ്പോൾ ശ്രീജയം പറയാ, ശരിയമ്മേ, അങ്ങനെ പറ, വേദിയും വിക്രവും കൂടെ അമ്പലത്തിലോട്ട് പോട്ടെ. അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിക്രം അത് ചെയ്തോളും, പറഞ്ഞാൽ മതി, അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരട്ടെ എന്ന് പറയാണ് ശ്രീജി. അപ്പോൾ വേദ പറയാ, ശരിയാമ്മേ, അമ്മ എങ്ങനെയെങ്കിലും പറഞ്ഞ് വിക്രത്തിനെയും കൂടി സമ്മതിപ്പിക്കണം, നമുക്ക് വിക്രം നന്നായി കാണണ്ടേ. അപ്പോൾ കമല പറയാ, ശരിയാ, അവനിങ്ങോട്ട് വരട്ടെ. അവൻ ഇന്ന് എന്ത് തെമ്മാടിത്തരവാ കാണിച്ച്? നിന്നെ ആ പൊരുവേലത്ത് വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോയി. അതിനുള്ള ശിക്ഷയായിട്ട് അവൻ ഇത് തന്നെ ചെയ്യണം എന്ന് പറയണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ വിക്രം തിരിച്ചു വരുന്നത്. വിക്രം തിരിച്ചു വരുമ്പോഴേക്കും വേദ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നിന്നേടാ, എങ്ങോട്ടാ നീ കയറി പോകുന്നത്? എന്താ, എനിക്ക് കയറി പോകാമല്ലേ? നീ ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഇവിടുന്ന് പോയതല്ലേ രാവിലെ? അതെ, അവൾ തിരിച്ചു വന്നില്ലേ? അവളല്ലേ ദേ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? അവൾ എങ്ങനെയാ തിരിച്ചു വന്നതെന്ന് നീ അറിഞ്ഞോ? അവൾ എങ്ങനെയെല്ലാം വന്നോളും, അവളുടെ കൈ കാശുണ്ടല്ലോ, അവൾ ഓട്ടോ പിടിച്ചോ ടാക്സി പിടിച്ചോ എങ്ങനെയെങ്കിലും വന്നോളും. ശങ്കരനാരായണൻ്റെ മോളല്ലേ, ജഡ്ജി ശങ്കരനാരായണൻ്റെ മോള്. അപ്പോൾ കമല പറയാത്തേ, നിനക്ക് തമാശ കുറേ കൂടുന്നുണ്ട്, ഇതൊന്നും ശരിയാവില്ല വിക്രം. വേദയെ കൊണ്ടുപോയി ആ പൊരി വെയിലത്ത് നിർത്തിയിട്ടാണ് നീ ഇങ്ങോട്ട് പോയത്. നീ എവിടെ പോയത് അവളെ അവിടെ കൊണ്ട് നിർത്തിയിട്ട്? നീ എന്തിനാണ് ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ പറയാണ്, ഓ പാവം, അവൾ എനിക്കിട്ടൊരു പണി നിന്നപ്പോൾ ഞാൻ അവക്കിട്ട് കൊടുത്തതേ ഉള്ളൂ. എന്തോ നിനക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ വേദയെ കൊണ്ടുപോയി ആ വെയിലത്ത് നീ നിർത്തിയിട്ട് പോയത്. അത് ശരിയായില്ല വിക്രം, നിൻ്റെ ഈ സ്വഭാവമൊക്കെ മാറണം. പിന്നെ ഇനി എനിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് തരാൻ നിൽക്കുമല്ലേ നിങ്ങളെല്ലാവരും കൂടെ?
അപ്പം കമല പറയാൻ, അതെ, ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ചെയ്യണം വിക്രം നീ, എന്നിട്ട് ബാക്കി കാര്യം മതി. എന്താണാവോ ഇനി ആ കാര്യം? നീ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകണം, ക്ഷേത്രത്തിൽ പോയി ഇന്ന് രാത്രി മുഴുവൻ അവിടെ ഭജന ഇരിക്കണം, നേരം വെളുക്കുന്നവരെ ഭജന ഇരിക്കണം, അതാണ് ഇതിനൊരു പരിഹാരം. അപ്പോൾ വിക്രം പറയാം, പിന്നെ നേരം വെളുക്കുന്നവരെ അമ്പലത്തിൽ പോയി ഭജന ഇരിക്കാനോ? എനിക്കൊന്നും പറ്റില്ല, ഞാനിങ്ങും പോവില്ല. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിന്റെ ഈ ചീത്ത സ്വഭാവമൊക്കെ മാറി നല്ലവനാകണം, അതിനത് ചെയ്യണം. നിന്റെ അമ്മയാ ഞാനല്ലേ പറയുന്നത്, ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ? അപ്പോൾ വിക്രം പറയാണ്, പിന്നെ ഇതിപ്പോൾ ഇവള് തന്ന ഡോസല്ലേ, ഇവള് പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങളെല്ലാവരും ഈ താളത്തിന് തുള്ളുന്നത്, ഇവളല്ലേ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പറയാണ് കമല, ഇവളൊന്നും പറയിപ്പിച്ചതല്ല, ഞാൻ തന്നെ എടുത്ത തീരുമാനം അത്. നിന്റെ അമ്മയല്ലേ ഞാൻ, നിന്റെ അച്ഛൻ പറഞ്ഞാലോ നീ അനുസരിക്കില്ല, ഞാൻ പറഞ്ഞാലെങ്കിലും നീ അനുസരിക്കുമെന്നാണ് ഇത്രയും നാളും എല്ലാവരും വിചാരിച്ചത്. ഇനി അതെങ്കിലും നടക്കില്ലേ വിക്രം? ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ? അപ്പോഴേക്കും ശ്രീജയും പറയാണ്, വിക്രം അമ്മ പറയുന്നത് കേക്ക്, അമ്മയുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് വിക്രം നിന്നെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട്, അതുകൊണ്ട് അമ്മ പറയുന്നത് കേട്ട് നീ അതുപോലെ ചെയ്യ്. അപ്പം വിക്രം പറയാണ്, ആ ശരി, നീ അതിൻ്റെ കുഴപ്പം വേണ്ട, ഇന്ന് വൈകുന്നേരം മുഴുവൻ അമ്പലത്തിൽ പോയിരുന്ന ഭജന ഇരുന്നേക്കാം, മതിയോ, സമാധാനമായോ എല്ലാവർക്കും എന്നിങ്ങനെ ചോദിക്കാണ്. അപ്പം വേദ പറയുന്നുണ്ട്, ഞാനും വരാം എന്ന് പറയാണ്. ഇവളെയും കൊണ്ട് പോകാനോ? ഇവളെയും കൊണ്ടൊന്നും ഞാൻ പോകത്തില്ല. അപ്പം കമല പറയാ, അവള് വരട്ടെ, അവള് നിന്റെ ഭാര്യയല്ലേ, നീ അവിടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ അമ്പലത്തിൽ വെച്ച്, പിന്നെ അവള് നിന്റെ കൂടെ വന്നാലെന്താ, അവളും വരും. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് മുഴുവൻ രാത്രി അമ്പലത്തിൽ പോയി ഭജന ഇരിക്കണം, ഇതെൻ്റെ തീരുമാനമാണ്. അപ്പോൾ വിക്രം പറയാ, ഈ നാശത്തിനെയും കൊണ്ട് അമ്പലത്തിൽ പോയി ഭജന ഇരിക്കാനോ ഇവളോ? അപ്പോൾ വേദ പറയാണ്, എന്നെ നാശം എന്നൊന്നും വിളിക്കണ്ട, ഞാൻ നല്ല ഭക്തിയുള്ള ആളാണ്, ഞാൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ വരണം. ഇല്ലേ അമ്മേ, വിക്രം അവിടെ ചെന്നിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ നമ്മളറിയോ? ഇല്ലല്ലോ. അപ്പോൾ വിക്രത്തിൻ്റെ മേളിൽ എപ്പോഴും ഒരു കണ്ണ് വേണം, അതിന് ഞാനും കൂടെ പോകാം. അങ്ങനെ വേദയും വിക്രവും കൂടെ വൈകുന്നേരം ആകുമ്പോൾ അമ്പലത്തിലേക്ക് പോവാണ്. കമലൻ പറയുന്നുണ്ട്, ശരി മക്കളെ, നിങ്ങൾ ചെല്ല. വിക്രം, നീ മര്യാദയ്ക്കിരുന്ന് ഭജനമൊക്കെ ഇരിക്കണം, എന്നാലേ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ, അതുകൊണ്ട് അനുസരണക്കേടൊന്നും കാണിക്കരുത്, അവിടെ പോയി ദൈവ വിചാരത്തോടു കൂടി ഇരിക്കണം എന്ന് പറയാണ്. അപ്പം വേദ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാമേ. വിക്രം അവിടുന്ന് അനങ്ങത്ത് പോലുമില്ല, എങ്ങും പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, അവിടെ ഭജന ഇരിക്കും, ഇന്ന് രാത്രി ഉറക്കം ഒഴിച്ച് ഭജന ഇരിക്കുമെന്ന് പറയും. അതിനുശേഷം വേദയും വിക്രവും കൂടെ അമ്പലത്തിൽ ചെല്ലാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ ഒപ്പം തന്നെയുണ്ട് വേദ. രണ്ടുപേരും അമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും തൊഴുകയും ഒക്കെ ചെയ്യാണ്. ഇന്ന് രാത്രി മുഴുവൻ അവിടെ ചെലവഴിക്കുക. വിക്രം ഭജന ഇരിക്കുകയാണ്, വേദ അടുത്ത് ചേർന്നിരിക്കുകയാണ്. വേദ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വിക്രമാദിത്യ, ഇനി എന്നെ വിട്ടുപോകാൻ നിനക്കാവത്തില്ല, നിൻ്റെ ഒപ്പം തന്നെ ഞാനുണ്ടായിരിക്കും, അതോർത്തോ, നന്നായിരുന്നു പ്രാർത്ഥിച്ചോ, ഈ സ്വഭാവമൊക്കെ ഇനി മാറ്റിയെടുക്കാനേ ഞാൻ ശ്രമിക്കും എന്നൊക്കെ വേദ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടും ഇനി ഒരുമിക്കാൻ പോവാണ്, ഒന്നിച്ചൊരു റൂമിൽ കഴിയണം എന്നൊക്കെ ഇനി കമല പറയാൻ പോവാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്